നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ജോലി തിരക്കിലും അതുപോലെ തന്നെ മറ്റ് തിരക്കുകളിലും ഒക്കെ ആയിരിക്കാം, അറിയാം. പക്ഷേ നമ്മുടെ കേരളത്തിലെ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയ്ക്കകത്ത് നടക്കുന്നതൊക്കെ തന്നെ ഒരു കോമഡി ചിത്രം പോലെ നമുക്ക് കണ്ട് ചിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സമയമില്ലാത്തവർ ഈ വാർത്ത ഒന്ന് കേൾക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്. മന്ത്രി വി ശിവൻകുട്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം പറയാനെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളും അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും ഒക്കെയാണ് സഭയിൽ അദ്ദേഹം ഉന്നയിക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് ഈ സഭ ഭയങ്കര വലിയ രീതിയിലുള്ള പ്രക്ഷുബ്ധമായി നിൽക്കുകയാണ്. അതായത് ഈ പറയുന്ന പോലെ തന്നെ മറ്റ് ചില ആരോപണങ്ങൾ, പ്രതിപക്ഷ ഭാഗത്തു നിന്നും ഉണ്ടായ ചില ആരോപണങ്ങളെ എതിർത്തുകൊണ്ട് വി സതീശൻ അടക്കമുള്ളവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ ബാനറുകളൊക്കെ തന്നെ കെട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ആ സ്വർണ്ണക്കൊള്ളയിന്മേൽ ഉള്ള ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബഷീർ MLA അടക്കമുള്ളവർ ഡൈസിലേക്ക് ചാടിക്കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം. സ്വർണ്ണക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന് റോജി M. ജോർജ് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ പറയുന്നുണ്ട്, അവിടെ നോക്കി പറയ്, അങ്ങോട്ട് നോക്കി പറയ്, അങ്ങോട്ട് നോക്കി പറയ്. പുറകിൽ നിന്ന് കടകംപള്ളി അടക്കമുള്ളവർ എഴുന്നേൽക്കുന്നു. കടകംപള്ളിക്ക് ഒരു കുത്തുണ്ടാവുമല്ലോ, സ്വാഭാവികം. കടകംപള്ളി എഴുന്നേറ്റ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ KT ജലീൽ MLA എഴുന്നേറ്റ് എന്നൊക്കെ പറയുകയാണ്. അതുപോലെ തന്നെ ബിന്ദു MLA എഴുന്നേറ്റ്, മന്ത്രി ബിന്ദു അടക്കമുള്ളവർ പറയുകയാണ്, അങ്ങോട്ട് നോക്കി പറയും, അങ്ങോട്ട് നോക്കി പറയും, അങ്ങോട്ട് നോക്കി പറയും. അയ്യോ, കോമഡി തന്നെയായിരുന്നു. എന്തായാലും ഈ സംഭവ വികാസങ്ങളോടുകൂടി തന്നെ KT ജലീൽ, നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം ഒന്ന് അടങ്ങി. കാരണം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രതിപക്ഷം എടുത്തിട്ട് അലക്കും എന്നറിയാം. അതായത് പോറ്റിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം കൊണ്ടാണ് നിയമസഭയിൽ ഇവർ എത്തിയിരിക്കുന്നത്. അപ്പോൾ എടുത്തിട്ട് പ്രതിപക്ഷം അലക്കും എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കടകംപള്ളി ഒന്നടങ്ങി, അവിടെ ഇരുന്നു. തൊട്ടടുത്ത് തന്നെ KT ജലീൽ, അദ്ദേഹം ആവേശോജ്ജലഭരിതമായി അങ്ങ് ഇറങ്ങി. കാരണം നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ നിലവിലിപ്പോൾ പ്രത്യേകിച്ച് വിമർശനങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. പണ്ടത്തെ സ്വപ്ന സുരേഷിന്റെ കേസൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KT ജലീൽ ആവേശഭരിതമാണ്. അദ്ദേഹം പറയുന്നത് പെണ്ണുപിടിയന്മാർ കടക്കുപുറത്ത്, പെണ്ണുപിടിയന്മാർ കടക്കുപുറത്ത്, അതുപോലെ ഗർഭചിത്ര വിദഗ്ധന്മാർ കടക്കുപുറത്ത് എന്ന് ഘോരഘോരം പറയുകയാണ്. അങ്ങ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രതിപക്ഷം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രതിപക്ഷം ഇപ്പോഴും സഭയിൽ രൂക്ഷമായ ഭാഷയിലുള്ള പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി അടങ്ങുന്നില്ല. സ്പീക്കർ പറയുന്നു, അതെ താങ്കൾ സംസാരിക്കൂ. മന്ത്രി അടങ്ങുന്നേ ഇല്ല. മന്ത്രി ഈ റോജിക്ക് മറുപടി നൽകാൻ, അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സഭയ്ക്കകത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. സാർ, നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് സാർ പറയുന്നത്? സാർ, എന്ന് മാത്രമല്ല സാർ, സഭയിലെ ഒരു മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരട്ടാൻ വേണ്ടി വരണ്ട, ഭരണപക്ഷത്തെ വരട്ടാൻ വേണ്ടി വരണ്ട. ഞങ്ങളെല്ലാം ഓടുപത്തിറങ്ങിയവരല്ല. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ്. അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നു വേണ്ട. റോജി വിരട്ടണ്ട. അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്കി പറ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. ഉത്തരം. ആൻസർ. അങ്ങേ വെല്ലുവിളിക്കുന്നു. മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു. അസഭ്യങ്ങൾ പറയുന്നു. അങ്ങോട്ട് നോക്കി പറയാൻ പറഞ്ഞു സാർ. സാർ, സ്വർണ്ണക്കള്ള ആര് സാർ? സ്വർണ്ണക്കള്ളൻ ആര് സാർ? സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരാണ് സാർ? സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് സ്വർണ്ണക്കള്ളന്മാരാണല്ലോ. സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് സ്വർണ്ണക്കള്ളന്മാരാണല്ലോ. ബ്രേസ്ലെറ്റ് വാങ്ങിയത് ആര് സാർ? സ്വർണ്ണക്കള്ള സാർ. മിനിസ്റ്റർ പറഞ്ഞോ. ആൻസർ പറഞ്ഞോ. ശബ്ദം മാറിട്ട് ആൻസർ പറഞ്ഞോ. അത് പറയാം സാർ. ഗർഭചിത്രം നടത്തിയ ധീരന്മാർ
പോകൂ. ഗർഭചിത്രം നടത്തിയ വീരൻ പോകൂ.